പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി രാജാക്കന്മാരുടെ പുസ്തകം 1 രാജ 18-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അപ്പോൾ ഏലിയാവ് എൻ്റെ അടുക്കൽ വരുമെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വവും അവൻ്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഏലിയാവ് ചെയ്തത് ഇതാണ്. ഇടിവുകളെ നികത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏലിയാവ് ജനത്തോട് ഇങ്ങനെ ആഹ്വാനം പറയുന്നു, ഇപ്രകാരം പറഞ്ഞു, വരുവിൻ എന്ന് സർവ്വജനം അവൻ്റെ അടുക്കൽ വന്ന് ചേർന്നു. ആദ്യം ചെയ്തത് ഇടിവുകളെ ഒന്ന് നികത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ ഏലിയാവ് പുതുക്കി പണിയുന്നൊരനുഭവം നമുക്ക് കാണാൻ കഴിയും. 31-ാം വാക്യത്തിൽ ഇസ്രായേൽ എന്ന പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. 12 കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിലൊരു യാഗപീഠം പണിതു. യാഗപീഠത്തിൻ്റെ ചുറ്റും ഇപ്പം നോക്കിക്കോണം, 12 കല്ലെടുക്കുന്നു. ഏലിയാവ് 12 കല്ലെടുക്കുന്നു. അതിനുശേഷം കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിയുന്നു. അടുക്കും ചിട്ടയും ഇതിനെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ വ്യവസ്ഥയെ കാണിക്കുന്നതിന് ഇത്. ദൈവം വ്യവസ്ഥ പ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിലെ ഏലിയാവ് അടുത്തു വന്ന് ചെയ്യുകയാണ്. ഓരോരോ കാര്യങ്ങളും എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ദൈവസനിൽ കടന്നു വന്നിട്ട് അടുക്കോടും ചിട്ടയോടും ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കണമെന്നാണ് ഏലിയാവ് ഇതിനകത്ത് നമുക്ക് കാണിക്കുന്നത്. യാഗപീഠം കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. അതായത് 12 കല്ല് എടുത്ത് യാക്കോബിൻ്റെ മക്കളുടെ ആ പ്രകാരം 12 കല്ലെടുത്ത് യഹോവയുടെ നാമത്തിലെ ഒരു യാഗപീഠം പണിതു. ചുറ്റും 2 സയ വിത്ത് വിതയ്ക്കുവാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. അപ്പോൾ ഈ കല്ലിൻ്റെ നടുവിൽ ഒരു തോടുണ്ടാക്കി ഏലിയാവ്. വ്യവസ്ഥ പ്രകാരം അടുത്ത് വരികയാണ് ഏലിയാവ്. 12 കല്ലെടുത്ത് ഇങ്ങനെ നാട്ടിയതിന് ശേഷം പിന്നെ അവൻ വിറകടുക്കി കാളയെ കണ്ണമാക്കി വിറകിന്മേതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു. ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിക്കുവിനെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവിക കൽപ്പന പ്രമാണിച്ചനുസരിച്ച് ദൈവത്തിൻ്റെ